ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് വയനാട്ടിലാണ്. വയനാട്ടിൽ ബാണാസുര സാഗർ ഡാം കാണാനെത്തിയതാണ്. ഇത് പടിഞ്ഞാറത്തറ എന്ന സ്ഥലത്താണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. കബനി നദിയുടെ പോഷക നദിയായ കരമൻതോട് പുഴ എന്ന പുഴയ്ക്ക് കുറുകെയാണ് ഈ ഡാം കെട്ടിയിട്ടുള്ളത്. മറ്റ് ഡാമുകളൊക്കെ അപേക്ഷിച്ച് ഈ ഡാമിനുള്ള പ്രത്യേകത ഇത് സിമൻറ്റോ കോൺക്രീറ്റോ ഒന്നും ഉപയോഗിക്കാണ്ട് മണ്ണ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. എർത്ത് ഡാമുകളുടെ കാര്യത്തിൽ ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിപ്പമേറിയ എർത്ത് ഡാമാണ്. ഏഷ്യയിലെ തന്നെ രണ്ടാമത്തതും ഇതാണ്. 1979 ഈ ഡാമിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. ഏകദേശം 1 കിലോമീറ്ററിൻ്റെ അടുത്ത് വരെയൊക്കെയാണ് ഇതിൻ്റെ നീളം. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയിലേക്ക് വെള്ളം എത്തിക്കുക, അതായത് കക്കയം ഡാം, വരണ്ടു കിടക്കുന്ന ആ പ്രദേശങ്ങളിലൊക്കെ വെള്ളം എത്തിക്കുക, അങ്ങനെ വിവിധങ്ങളായ ഉദ്ദേശങ്ങളായിരുന്നു ഈ പദ്ധതിക്ക് ഉണ്ടായിരുന്നത്. ഇവിടം വയനാട്ടിലെ തന്നെ അറിയപ്പെടുന്ന ഒരു ടൂറിസം സ്പോട്ടാണ്. ഇവിടെ വാട്ടർ സ്പോർട്സിൻ്റെ വിവിധ ഐറ്റങ്ങളൊക്കെ ഉണ്ട്. കേബിളിൽ കൂടിയുള്ള കുറേ അഭ്യാസ പ്രകടനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദിവസവും നിരവധി ടൂറിസ്റ്റുകൾ എത്തുന്ന ഈ പ്രദേശം ഒട്ടും തന്നെ അപകടമില്ലാത്ത ഒരു പ്രദേശം തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. ചെറിയ കുട്ടികളായാലും വളരെ പ്രായമുള്ള ആളുകളായാലും അവർക്കൊന്നും ഒരു തരത്തിലുള്ള തടസ്സവും ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് ഇതിൻ്റെ മുകളിൽ കൂടെ നടക്കാനും ഈ പരിസരമെല്ലാം ചുറ്റി നടന്ന് കാണാനും സാധിക്കും. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല. പിന്നെ മറ്റെല്ലാ ഡാമിലും ഉള്ള പോലെയൊക്കെ തന്നെ വെള്ളത്തിലൊന്നും ഇറങ്ങാൻ നമുക്ക് അനുവാദമില്ല. എന്നാൽ അവിടെയുള്ള ബോട്ടിങ്ങിലും കയാക്കിങ്ങും അതുപോലെ വാട്ടർ സ്പോർട്സ് ഇനങ്ങളിലൊക്കെ അത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ കൂടെയൊക്കെ നമുക്ക് പങ്കെടുക്കാം. നമ്മളെത്തിയ സമയത്ത് ഡാമിൽ അധികം വെള്ളമൊന്നുമില്ല കേട്ടോ. എന്നാൽ ഡാം വറ്റി കിടക്കുന്നല്ല, ടോപ്പ് ലെവലിൽ വെള്ളം എത്തിയിട്ടില്ല. ഇപ്പോൾ നമുക്ക് ദൂരെ കാണാം ഒരു സ്പീഡ് ബോട്ട് വരുന്നത്. ഇതിവിടെ പേയ്മെൻറ്റ് കൊടുത്താൽ നമുക്കൊക്കെ പങ്കെടുക്കാവുന്ന രീതിയാണ്. നല്ല സ്പീഡിലാണ് ബോട്ട് പോകുന്നത് കേട്ടോ. അത് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് ഓടിക്കണമെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും നല്ല ഡാം മുഴുവൻ ചുറ്റി കണ്ട് സഞ്ചരിക്കാനുള്ള നല്ലൊരു വിശാലമായ ഒരു ഏരിയ തന്നെ അവിടെ ഉണ്ട്. ഇപ്പം നമ്മളിവിടെ കണ്ട ബോർഡ് പാമ്പുകളെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഇവിടെ കിടക്കുന്ന ഈ പുല്ല കണ്ടില്ലേ, പുല്ല് നന്നായിട്ട് വളർന്ന് നിൽക്കുന്നുണ്ട്. നിറയെ പാറക്കല്ലുകളൊക്കെ ഉണ്ട്. ഈ പാറക്കല്ലും പുല്ലുകളൊക്കെ പാമ്പുകൾക്കൊക്കെ നല്ലൊരു ഹാബിറ്റായിട്ടാണ് ഒരുക്കി കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ പാമ്പുണ്ടാവും. നമ്മളതിനകത്ത് നിന്ന് ഇറങ്ങുന്നും വേണ്ട. ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ കിട്ടിയ ബുദ്ധിമുട്ടാവും. ഇവിടെ നോക്കുക, ഈ ഡാമിൻ്റെ സൈഡിലൊക്കെ നല്ല മലകളൊക്കെ ഉണ്ട് കേട്ടോ. അത് നല്ലൊരു വ്യൂ ആണ് നമുക്ക് തരുന്നത്. ഒരു സൈഡിൽ നിറയെ പുല്ലുമാണ്, സൈഡിലേക്ക് ചെരിഞ്ഞ് കിടക്കുന്ന പുൽമേട്. ഇവിടെ നല്ല കാറ്റും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ചാലേ, കൂടെ വന്ന അഹമ്മദ് നിസാർ സാറ്, അദ്ദേഹം തഹസിൽദാർ കൂടിയാണ്, കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അത് നമുക്ക് റെക്കോർഡ് ചെയ്യാനേ പറ്റുള്ളൂ. കാറ്റിൻ്റെ ശബ്ദം കാരണം അത് നമുക്കിവിടെ പുറത്തേക്ക് വിടാൻ പറ്റിയില്ല. ഇപ്പം നമ്മൾ മേൽക്കൂര പോലെ കണ്ട സംഗതി സോളാർ പാനൽ ഘടിപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. ഡാമിൻ്റെ എൻഡ് ഭാഗത്ത് എത്തുമ്പോൾ നിരവധി തൂണുകളിൽ നിറയെ പാനലുകളാണ് മുകളിലുള്ളത്. അത് വെച്ച് വൈദ്യുതി ഉണ്ടാക്കുന്നുമുണ്ട് ഇവിടെ. വയനാട്ടിൽ കൽപ്പറ്റയിൽ നിന്നും ഏകദേശം 21 കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ള ദൂരം. വയനാട്ടിൽ നമ്മൾ നിരവധി കാഴ്ചകളൊക്കെ കാണാൻ വരും. അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടി കണ്ടുപോകുകയാണെങ്കിൽ വളരെ ഉപകാരപ്രദമായിരിക്കും കേട്ടോ. KSEBയുടെ ഉടമസ്ഥതയിലൂടെ ഈ ഡാമിൻ്റെ നിർമ്മാണം പൂർത്തിയായത് 2004-ലാണ്.